അപ്പോൾ നമുക്ക് സ്റ്റോക്ക് സ്കാൽപ്പിങ്ങിൽ ആദ്യം കിട്ടിക്കുന്ന സ്റ്റോക്സ് അസ്ട്രാലാണ്. നമുക്ക് അതിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. അതിനുശേഷം ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ടൂൾ യൂസ് ചെയ്തിട്ട് കഴിഞ്ഞ ദിവസം ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള ലെവൽ ഒന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് ഹൈ വോളിയമുള്ള ഏരിയ കാണാൻ സാധിക്കും. ആ ഒരു ബ്ലോക്ക് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, നമ്മൾ ആ ബ്ലോക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത അംബുജ സിമെൻ്റ് ആണ്. അപ്പോൾ അംബുജ സിമെൻറ്റ് നമ്മൾ ചാർട്ട് ഓപ്പൺ ചെയ്യാം. ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ടൂൾ ഉപയോഗിച്ചിട്ട് കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെ ലെവൽസ് മാർക്ക് ചെയ്യാം. ഇവിടെ നമ്മൾ ഹൈ വോളിയമുള്ള ആ ബ്ലോക്ക് ഒന്ന് മാർക്ക് ചെയ്യണം. ഓക്കെ, അടുത്ത സ്റ്റോക്ക് നോക്കാം. അത് ടെക് എം ആണ്. അപ്പോൾ ഇന്ന് ബുള്ളിഷിൽ സ്റ്റോക്സ് ഒന്നും ഇല്ല, ബെയറിഷിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ടെക് എം നമുക്കൊന്ന് ജസ്റ്റ് ചാർട്ട് ഓപ്പൺ ചെയ്യാം. അതും കഴിഞ്ഞ ദിവസത്തെ ഓപ്പൺ മുതൽ ക്ലോസ് വരെയുള്ള നമുക്ക് വോളിയം ഫിക്സ്ഡ് വോളിയം പ്രൊഫൈൽ ഉപയോഗിച്ച് മാർക്ക് ചെയ്യാം. ഹൈ വോളിയമുള്ള ആ ഒരു ലെവലിൽ നിന്ന് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത സ്റ്റോക്സ് നോക്കാം. അപ്പോൾ പോളിക്യാബ് ഞാൻ അവോയ്ഡ് ചെയ്യാണ്. അത് 7000 മേലെ ആയതുകൊണ്ട് ഞാൻ അവോയ്ഡ് ചെയ്യാണ്. അടുത്ത ടാറ്റ കെമിക്കലാണ്. അപ്പോൾ ടാറ്റ കെമിക്കലിൻ്റെ ചാർട്ട് ഓപ്പൺ ചെയ്യാം. നമ്മൾ മാക്സിമം 5 സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്യാറ്. ഓപ്പൺ മുതൽ ക്ലോസ് വരെ ലെവൽസ് മാർക്ക് ചെയ്യാം. ആ ഹൈ വോളിയം പോയിരിക്കുന്ന ബ്ലോക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് ഹൊറിസോണ്ടൽ ടൂൾ ഉപയോഗിച്ചിട്ട്. നമ്മൾ സ്ട്രാറ്റജി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ലെവൽസിൻ്റെ മുകളിൽ 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ബൈയിലേക്ക് പോകാം. അതല്ല നമ്മൾ ലെവൽസിൻ്റെ താഴെ 5 മിനിറ്റ് റെഡ് ക്യാനിലാണ് ക്ലോസ് ചെയ്യണമെങ്കിൽ നമുക്ക് സെല്ലിലേക്ക് പോകാവുന്നതാണ്. നമുക്ക് ഒരു സ്റ്റോക്കും കൂടി നോക്കാം. ഇന്ത്യ ഹോട്ടലാണ് കിട്ടിയിരിക്കുന്നത്. ടൂൾ ഉപയോഗിച്ച് നമുക്ക് ലെവലൊന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ ഹൈ വോളിയമുള്ള ലെവൽസിന് മുകളിലാണ് ഇപ്പോൾ ട്രേഡ് നടക്കുന്നത്. ഒരുപാട് മുകളിൽ ട്രേഡ് നടക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു സ്റ്റോക്ക് അവോയ്ഡ് ചെയ്യാം. ബെൽ എടുക്കാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 5 സ്റ്റോക്സുകളായിട്ടുണ്ട്. അപ്പോൾ ബെല്ല് നമ്മൾ ലെവൽസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ആ ഹൈ വോളിയമുള്ള ഏരിയ മാർക്ക് ചെയ്യാം. ഇനി ലെവൽസുകളിൽ മാർക്കറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇത് മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷമുള്ള ചാർട്ടാണ്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും മാർക്കറ്റ് ഇവിടെയാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് നമ്മുടെ മാർക്കറ്റിംഗ് ലെവൽസിന് മുകളിൽ തന്നെയാണ് ട്രേഡ് നടന്നിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വന്നു. നമ്മൾ ആ ലെവൽസ് ബ്രേക്ക് ഔട്ട് ചെയ്തു. 5 മിനിറ്റ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്തു. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ക്യാൻ ലെവൽസ് ബ്രേക്ക് ചെയ്ത് 5 മിനിറ്റ് ക്യാനിൽ താഴെ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടുന്ന് സെല്ലാണ്. അപ്പോൾ നമ്മളിവിടെ സെല്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ടാർഗറ്റായിട്ട് കാണുന്നത് ഈ ഒരു പോയിൻ്റ് ആയിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് കാണുക. കാരണം അടുത്ത നിയറസ്റ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലാണ് നമ്മൾ ടാർഗറ്റായിട്ടാണ്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റായിട്ട് കാണുന്നത്. കണ്ടോ, ഈ ലെവലിൽ നമ്മൾ ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് പോയിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മളിവിടെ ടാർഗറ്റ് ആണെങ്കിൽ നമ്മളിവിടെ എക്സിറ്റ് ചെയ്യും. പിന്നെ മാർക്കറ്റ് തിരിച്ച് കയറി. കണ്ടോ, വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ആ ലെവലിൽ ബ്രേക്ക് ഔട്ട് ചെയ്തു. 5 മിനിറ്റ് ഗ്രീൻ ക്യാനിൽ മുകളിൽ ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്കിവിടുന്ന് വേണമെങ്കിൽ ബൈ ആണ്. ഇവിടെ ബൈ എടുക്കുകയാണെങ്കിൽ നമ്മൾ ടാർഗറ്റായിട്ട് കാണേണ്ടത് നിയറസ്റ്റ് ഉള്ള റെസിസ്റ്റൻസ് ലെവൽ, അതായത് ഈ ഒരു ലെവലാണ് റെസിസ്റ്റൻസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഈ ഒരു ലെവൽ നമ്മൾ ടാർഗറ്റായിട്ട് കാണും.
ആ ടാർഗറ്റ് അവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് ട്രയൽ നമുക്ക് 2 എൻട്രിയാണ് കിട്ടിയത്, രണ്ടും ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്ത് അംബുജ സിമെൻ്റ് ആണ്. അംബുജ സിമെൻറ്റ് നമ്മൾ 9:15 തന്നെ നമുക്ക് നോക്കുമ്പോൾ തന്നെ നമ്മൾ മാർക്ക് ചെയ്ത ലെവൽസിന് താഴെയാണ് ട്രേഡ് നടന്നിരുന്നത്. 9:30 നമ്മുടെ ലെവൽസിന് തൊട്ടടുത്ത് വന്നിരുന്നു, പക്ഷേ താഴെയാണ് ട്രേഡ് നടന്നിരുന്നത്. അപ്പോൾ നമുക്കൊരു എൻട്രി കിട്ടിയിരുന്നില്ല. നമുക്ക് ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടാണ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ മാത്രമാണ് നമുക്ക് എൻട്രി കിട്ടത്തുള്ളൂ. മാർക്കറ്റ് താഴേക്ക് വന്നു. പിന്നെ ക്ലോസിംഗ് ടൈം മാത്രമാണ് അതൊന്നും ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ എൻട്രി എടുക്കത്തില്ല, കാരണം അത് 3 മണിക്ക് ശേഷം വന്ന ഒരു ബ്രേക്കൗട്ടാണ്. നമ്മളിവിടെ എൻട്രി എടുക്കത്തില്ല. നമുക്ക് അംബുജ സിമെൻറ്റിൽ എൻട്രി കിട്ടിയിരുന്നില്ല. നമുക്ക് ടെക്കമ്മ് നോക്കുകയാണെങ്കിൽ കാണാൻ സാധിക്കും. അപ്പോൾ മാർക്കറ്റ് ഇവിടെ ഉണ്ടാവും 5 മിനിറ്റ് ക്യാൻഡിൽ മുകളിൽ ക്ലോസ് ചെയ്തു, 9:20 ക്ലോസ് ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടുന്ന് എൻട്രിയാണ്. ഇവിടുന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടോ മാർക്കറ്റ് തിരിച്ച് കയറിപ്പോയി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ടാർഗറ്റ് ആയിട്ട് വയ്ക്കുന്നത് ഈ ഒരു ലെവലാണ് നമ്മൾ ടാർഗറ്റ് വയ്ക്കുക. കണ്ടോ, അടുത്ത എവിടെയാണ് റെസിസ്റ്റൻസ് വന്നത്, ആ ഒരു ലെവലാണ്. ഇപ്പോൾ ഇവിടെ ഒരുപാട് ക്യാൻഡിൽസ് ടച്ച് ചെയ്യുന്നതുകൊണ്ട് നമ്മളിവിടുന്ന് എൻട്രി എടുക്കുന്നു, നമ്മളിവിടെ ടാർഗറ്റ് വയ്ക്കുന്നുണ്ടോ, ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ അടുത്ത് ടാറ്റ കെമിക്കലാണ്. അപ്പോൾ ടാറ്റ കെമിക്കൽ കണ്ടോ ഇവിടെയാണ് നമ്മൾ ട്രേഡ് നടന്നിരുന്നത്. അതിനുശേഷം മാർക്കറ്റ് ഇവിടെയാണ് ഒരു ബ്രേക്കൗട്ട് സംഭവിച്ചിരിക്കുന്നത്. ഇവിടെ ബ്രേക്കൗട്ട് സംഭവിച്ചു, മാർക്കറ്റ് നല്ല രീതിയിൽ താഴേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതും നമ്മൾ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടത് നമ്മൾ ബാക്കിലേക്ക് നോക്കാം, എവിടെയെങ്കിലും സപ്പോർട്ട് ഉണ്ടെന്ന്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും, ഇവിടെ കുറച്ച് ക്യാൻഡിൽസ് ടച്ച് ചെയ്തിട്ട് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറിയിട്ടുണ്ട്. ഈ ഒരു ലെവലായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് കാണേണ്ടത്. ഈ ലെവലിൽ ടാർഗറ്റായിട്ട് കാണേണ്ടത് കണ്ടോ, ആ ഒരു ടാർഗറ്റ് നമുക്കിവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് ബെല്ലാണ്. അപ്പോൾ ബെല്ല് നമുക്കൊന്ന് ഒരു എൻട്രി കിട്ടിയിരുന്നില്ല, കാരണം നമുക്ക് ബ്രേക്കൗട്ട് ചെയ്യുന്നത് ഒരു വലിയ ക്യാൻഡിലാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു വലിയൊരു ക്യാൻഡിൽ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫിബൊനാച്ചി ലെവൽസാണ് സാധാരണ യൂസ് ചെയ്യും. എന്നിട്ട് ഈ ഒരു ക്യാൻഡിലിന് ബ്രേക്കൗട്ട് മുതൽ ഒരു ഹൈ വരെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു 50% നമ്മൾ ലെവൽ മാർക്ക് ചെയ്യാം. അപ്പോൾ മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്തിട്ട് ഒന്നല്ലെങ്കിൽ ഈ ലെവൽ അല്ലെങ്കിൽ ഈ ലെവൽ വരുമ്പോഴാണ് നമ്മൾ എൻട്രി എടുക്കാറ്. അത് തിരിച്ച് കയറുമ്പോൾ ടാർഗറ്റ് ആയിട്ട് ഫിക്സ് ചെയ്യും. നമ്മളിവിടെ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഈ ഒരു ലെവലായിരിക്കും നമ്മൾ ടാർഗറ്റായിട്ട് ഫിക്സ് ചെയ്യാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ഒരു ലെവൽ, അതായത് നമുക്ക് റിട്രസ്റ്റ് ചെയ്തതിന് മുന്നേ ആ ഒരു ഹൈ ബ്രേക്കൗട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു ഓർഡർ വാലിഡ് അല്ല, നമ്മൾ അവിടെ ക്യാൻസൽ ചെയ്ത് കളയണം. ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും കേട്ടോ, ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു, ആ ഒരു ഹൈ ഇവിടെ ബ്രേക്കൗട്ട് ചെയ്തു. അപ്പോൾ ഇനി താഴേക്ക് വന്നാൽ അതൊരു ചെറിയ റിസ്ക് ഉണ്ട്, അപ്പോൾ അതുകൊണ്ട് അത് വാലിഡ് അല്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്ന 5 സ്റ്റോക്കുകളിൽ നമ്മൾ അസ്ട്രാൾ നമുക്ക് 2 എൻട്രി കിട്ടി. അംബുജ സിമെൻറ്റ് നമുക്ക് എൻട്രി കിട്ടിയിരുന്നില്ല, അതിൻ്റെ അടുത്ത് വരെ ഒന്നിനും നമുക്ക് എൻട്രി കിട്ടിയിരുന്നില്ല. ടെക്കും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടി, ബൈ എൻട്രി. അതുപോലെ ടാറ്റ കെമിക്കലും നമുക്ക് നല്ലൊരു എൻട്രി കിട്ടി. ബെല്ല് നമുക്ക് കിട്ടിയില്ല. ഓക്കെ, 3 സ്റ്റോക്കുകളിൽ നമുക്ക് എൻട്രി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെയാണ് നമ്മൾ ഈ ഒരു സ്റ്റോക്സുകൾ സെലക്ട് ചെയ്ത് ട്രേഡ് ചെയ്യണത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ കാണാൻ ശ്രമിക്കുക. നമ്മൾ ആ വീഡിയോസിൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ചാനൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.